ഹലോ ഗായ്സ്, അപ്പോൾ ദേ അമ്മുവിൻ്റെ പ്രീ ബർത്ത്ഡേ ഷൂട്ടിന് പോവാണ്. ഐ എം സോ എക്സൈറ്റഡ്. അപ്പോൾ എന്താവും എങ്ങനെയാവും ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലേ അത് എങ്ങനെയാണ് അവൻ ബിഹേവ് ചെയ്യുക എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും സ്റ്റിൽ ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വൈറ്റ് തീമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഞങ്ങൾ വല്ലാണ്ട് ഡീപ്പായിട്ടൊന്നും ചിന്തിച്ചില്ല. ജസ്റ്റ് വൈറ്റ് തീം, അതോ ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് തൊട്ടേ വൈറ്റ് തീമിലേക്കാണ് ഞങ്ങളുടെ ഫുൾ പോക്ക്. അതുകൊണ്ട് വൈറ്റ് തീം തന്നെ മതി എന്ന് വിചാരിച്ചു. അമ്നുവിനൊരു ഹുഡി മോഡൽ, ഒരു ഹുഡിയാണ് ഇടുന്നത്, പിന്നെ ഒരു ജീൻസ് ടൈപ്പും. ഈ ആൺകുട്ടികൾക്ക് ജീൻസ് കിട്ടാൻ വളരെയധികം പാടാണ്. അങ്ങനെ ഫൈനലി ഒരു ജീൻസൊക്കെ കിട്ടിയിട്ട് അത് പെയർ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായി. പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എത്ര പെട്ടെന്നാണ് ഒരു വയസ്സായത് അമ്നുവിനെ എന്നുള്ളത്. കാരണം നമുക്ക് അമ്മമാർക്കായാലും പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരിങ്ങനെ വലുതാവും തോറും നമുക്ക് അവരുടെ ഓരോരോ മൈൽ സ്റ്റോൺസ് നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു പ്രത്യേക ഒരു ഫീലിങ്സാണ്. അപ്പോൾ എനിക്ക് അവൻ്റെ ബർത്ത്ഡേ തൊട്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഇതിലായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ എത്താറായിട്ടുണ്ട്. സോ നമ്മൾ ഡ്രസ്സ് മാറ്റാണ്. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ഡ്രസ്സ് മാറ്റിച്ചില്ല. കാരണം എന്തായെങ്കിലും വല്ല ചെളിയോ കാര്യങ്ങളോ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. അപ്പം ഞാൻ അവിടെ എത്താറാവുന്ന ടൈമിലാണ് എല്ലാം സെറ്റാക്കിയത്. ഷൂ അവൻ ആദ്യമായിട്ടാണ് ഇടണത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കംഫേർട്ട് അവൻ കാണിക്കുന്നുണ്ട്. അത് എനിക്ക് കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, അവൻ ഭയങ്കരമായിട്ട് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തിട്ടാണ് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിടിച്ച് വലിക്കുക, ലേസ് പിടിച്ച് വലിക്കുക, ഞാനൊരു വിധത്തിലാണ് അതിൽ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ അവനിങ്ങനെ കളിപ്പിക്കാൻ ഓരോ കാര്യങ്ങളായിട്ട്. സാധനങ്ങളെ സോ നമ്മൾ ചാവക്കാട് ബീച്ചെത്തി, മിനി വാഗമൺ. സോ നല്ല സൂപ്പർ പ്ലേസ് ആണല്ലോ ബീച്ച്. അമ്മണിക്കുട്ട ചക്കരക്കുട്ട അച്ഛൻ്റെ സിസ്റ്ററാണ്. സോ നമ്മുടെ ലൊക്കേഷനിലെത്തി. ഇതാണ് ലൊക്കേഷൻ. ഏതാ കാണുന്നവരാണ് നമ്മുടെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ ആൾക്കാർ. സോ നമുക്ക് അങ്ങോട്ട് പോകണം. നല്ല സ്ഥലമാണ്. അങ്ങനെ ഞാനത് ലൊക്കേഷനിലേക്ക് പോവാണ്. നല്ല പ്ലേസാണ് മിനി വാഗമൺ. നല്ല അധികം ക്രൗഡൊന്നുമല്ല, അധികം കുറേ പേരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാനായിട്ട്. കുറച്ച് ആ സൈഡിൽ സേവ് ദ ഡേറ്റിൻ്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഭാഗത്ത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയത് ഭയങ്കര കാറ്റുണ്ടായിരുന്നു. അത് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടില്ല. എന്നാലും ആ കാറ്റ് നമുക്കൊരു അവിടെ ഒരു ഇതായിട്ട് തോന്നി, അത്ര തന്നെ. അല്ലാതെ ബാക്കിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു ആ പ്ലേസ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടൻ, ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ. ഇതാണ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇറങ്ങിയതല്ലേ കത്തിയാൽ പിടിച്ചൊക്കെ. പിന്നെ എനിക്ക് എടുത്ത് പറയാനായിട്ട് അവരുടെ ആ ഒരു കോർഡിനേഷനാണ് നമുക്ക് അമ്നുവിനോടും. അതായത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു കോർഡിനേഷനാണ്. അതായത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അവർ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു കംഫേർട്ട് ഉണ്ടാവില്ല. പക്ഷേ ഇവരുടെ അടുത്ത് ഭയങ്കര കംഫേർട്ടാണ് നമുക്ക്. ഇപ്പം അവനെ കളിപ്പിക്കുന്നതായാലും, ഇപ്പം എൻ്റെ ഫ്രണ്ടായാലും അവൾ നന്നായിട്ട് അവനിങ്ങനെ കളിപ്പിച്ച് ചിരിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്നുവിൻ്റെ ന്യൂ ബോൺ ഷൂട്ടിങ്ങും ഇവർ തന്നെയായിരുന്നു. ഹാപ്പി അറൈവൽ എന്നാണ് ഇവർ ഇൻസ്റ്റാഗ്രാം പേജ്. ഞാനിവിടെ കൊടുക്കാം, ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുക്കാം, ഹാപ്പി അറൈവൽ എന്നാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അതാണ് വേണ്ടത്. അതെ, അല്ലാണ്ട് ഇപ്പൊ അവിടെ കൊണ്ടുവരുത്തിട്ട് അവനെ ഇവിടെ നോക്കി പോസ് ചെയ്യിക്കാൻ വേണ്ടിട്ടൊന്നല്ല. ഓക്കെ, അവിടെ കൊണ്ടുവരുത്ത അവൻ അതിന്റെ ഇടയ്ക്ക് കളിക്കുമ്പോ എങ്ങാനും വിളിക്കുക. ഇത് കെട്ടിയാൽ മതി. അതാണ്
ഓക്കെ സെറ്റ് അല്ലേ? ആ ഓക്കെ സെറ്റ്. ഓക്കെ കൊണ്ടിരുത്തിക്കോ. ആ ഒരു രണ്ടിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടില്ല, ആ അത് കൊണ്ടിരുത്തിക്കോ. കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തോളേ. ആ ഹലോ ഹലോ ചേട്ടാ ചേട്ടാ ഹലോ. അവൻ നമ്മൾ പറയുമ്പോൾ നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനത് തൊടുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അവന് ചിരിക്കുന്നുണ്ടെങ്കിലും അവന് അത് തൊടുമ്പോൾ ഇതിലേക്ക് അതിന് മാറ്റി വിരിച്ചിട്ടായാലും നമുക്ക് ആ പുല്ലിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൈ ടച്ച് ചെയ്യുമ്പോൾ അവന് ഭയങ്കരമായിട്ടൊരു അറപ്പ് ഫീൽ ചെയ്യണ പോലെ. പിന്നെ ആ ഓറഞ്ചിൻ്റെ മണവും കാര്യങ്ങളായിട്ട് എന്തായാലും നല്ല ഫോട്ടോസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഫോട്ടോസ് ആഡ് ഓൺ ചെയ്യാം. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയൂ. അങ്ങനെ ദേ ഫോട്ടോസൊക്കെ അത് കൊടുത്തേ, അത് കൊടുത്തേ. ഇതാണോ? അയ്യോ ഇതാ വെച്ചോളാ, പാപ്പ വെച്ചോളാ. റോണോ 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 ഓടിയേര് ഓടിയേര് അമ്മേടെ ഓടിയേര് ഓടിയേര്. അവനാ ടുങ്കുളുടുക്കുടു ആമടുക്കുടു. സെറ്റല്ലേ? ആ ഇരുത്തിക്കോ. ആ അമ്മനെ 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 നോക്കിയേ നോക്കിയേ അമ്മനെ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫോട്ടോഷൂട്ട് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അമ്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫൈനലായിട്ട് ഞങ്ങളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഒരു സെറ്റിങ്സിലാണ്. പിന്നെ ചേട്ടനായാലും നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി. അങ്ങനെ ഞങ്ങളെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റായത് അവരുടെ ഇത്തിരി പ്രകടനമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് പാക്കപ്പ് ചെയ്യാണ്. 1 2 3 back up. Yay!